നോമ്പ് പെരുന്നാളൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോയില്ലേ. കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പുറത്തേക്കിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒന്നും നോക്കില്ല, പോകുന്ന വൈക്കൽ ഞാൻ സ്ഥിരം കഴിക്കുന്ന പാനിപൂരി സ്പോട്ടിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, കാക്ക നോമ്പായതിനു ശേഷം നമ്മൾ പാനിപൂരിയൊക്കെ കഴിക്കൽ കുറവാണല്ലോ എന്ന്. പാനിപൂരി അല്ല, സേവ്പൂരി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത്. സ്ട്രീറ്റ് ഫുഡിൽ അങ്ങനെ അത് കഴിച്ചിട്ടുണ്ടായി. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് കണ്ട് നേരെ ഐഷമോക്ക് തണുത്തത് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തുള്ള തന്നെ നല്ല വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു കഫേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാധനം. ഇത് നമ്മുടെ പിസ്തന്റെ ഫ്ലേവറിൽ വരുന്ന ഒരു കുനാഫന്റെ ഒക്കെ ഒരു എളാപ്പയും മൂത്താപ്പൊക്കെ ആയിട്ട് വരും കേട്ടോ. അത് കൈ കെട്ടി ആദ്യം തന്നെ ഓളെന്നാട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓളെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു പേടി, പാളിപ്പോയോ വാങ്ങിയതെന്ന്. പക്ഷെ ഞങ്ങൾ രണ്ടാൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അധികം സ്വീറ്റ്സിന്റെ ഒരു ലവർ അല്ലാന്നുണ്ടെങ്കിലും പക്ഷെ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. മേലത്തെ മറ്റേ പിസ്തന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ക്രീം പോലത്തത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. റാഷിയാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ച് പോരായിട്ടാണെന്ന് അറിയില്ല, ഐഷമോക്ക് മെനു കാർഡിൽ കണ്ടപ്പോൾ ഇതൊന്ന് വാങ്ങി കഴിക്കാൻ വേണ്ടി പൂതി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ലോട്ടസ് ബിസ്ക്കറ്റിന്റെ ഫ്ലേവറിൽ വരുന്ന എന്തോ ഒരു സാധനമാണ് കേട്ടോ. ഇതിന്റെ പേര് നമ്മളെ വായിൽ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പം അന്നത്തെ ഒരു വീഡിയോ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.